എന്താ മുത്തേ നിന്റെ മുഖം ഇങ്ങനെ മാറിയിരിക്കുന്നത്? ഒരു പെറ്റമ്മയുടെ ഏങ്ങലടികളാണ് കുറച്ചു മണിക്കൂറുകളായി കേരളത്തിലാകെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലെന്ന് നടിക്കാൻ സാധ്യമല്ല, കേട്ടില്ലെന്ന് നടിക്കാനും സാധ്യമല്ല. കേവലം ഒരു റീച്ചിന് വേണ്ടി, ഫോളോവേഴ്സിന് വേണ്ടി, അതിലുമുപരി പ്രശസ്തിക്ക് വേണ്ടി നെറികെട്ട ഒരുവൾ ക്യാമറ കണ്ണുകളുമായി ഇറങ്ങി തിരിച്ചത് പാവം പിടിച്ച ഒരു മനുഷ്യന്റെ നെഞ്ചത്ത് ചവിട്ടിയായിരുന്നു. പുതിയ ഒരു ജന്മത്തിന് ജന്മം നൽകുക എന്ന പരിപാവനമായ പ്രവൃത്തിയിൽ അഭിമാനം കൊള്ളുന്ന സ്ത്രീവർഗത്തിൽപ്പെട്ട ഹേ നാണം കെട്ട സ്ത്രീയെ, നിന്റെ പ്രവൃത്തി മൂലം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു ജന്മം ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുമൂലം നീ കേവലം 42 വയസ്സായ ഒരു യുവാവിന്റെ സ്വപ്നങ്ങളെ തല്ലിയൊടിക്കുക എന്നത് മാത്രമല്ല, വൃദ്ധരായ 2 മാതാപിതാക്കളെ അനാഥത്വത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഈ പാപം ഏത് പുഴയിൽ മുങ്ങിയാണ് നീ തീർക്കാൻ പോകുന്നത്? എവിടെ കല്ലെറിഞ്ഞാണ് നീ തീർക്കാൻ പോകുന്നത്? ഹേ ദീപകേ, കാത്തിരിക്കാമായിരുന്നില്ലേ നിനക്ക്? ചെറുത്തു നിൽക്കാമായിരുന്നില്ലേ നിനക്ക്? നിന്റെ വൃദ്ധരായ മാതാപിതാക്കളെ കുറിച്ച് ഓർത്തെങ്കിലും എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്നുള്ളത് നന്നായി അറിയാം. കാരണം നമ്മുടെ എല്ലാം മുകളിലിരുന്ന്, തലയ്ക്ക് മുകളിലിരുന്നു കൊണ്ട് പുച്ഛത്തോടെ നമ്മെ നോക്കി നമ്മുടെ ദീപക് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ടായിരിക്കാം, എൻ്റെ മരണമല്ലേ എന്നെ വിശുദ്ധനാക്കി തീർത്തത്? ഒരു പക്ഷേ എൻ്റെ വൃദ്ധരായ മാതാപിതാക്കളെ കുറിച്ചോർത്ത് ഞാൻ അവിടെ കാത്തിരുന്നെങ്കിൽ, അതല്ല ചെറുത്തു നിന്നിരുന്നെങ്കിൽ, ഇപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കുന്ന നിങ്ങളിൽ പലരും കൂരമ്പുകളാൽ എന്നെ കല്ലെറിയുമായിരുന്നില്ലേ എന്നുള്ള സ്ത്രീ സമത്വത്തിനായി അലമുറയിടുന്ന സ്ത്രീവർഗത്തോട് ഒരു ചെറിയ അപേക്ഷ. നിർത്തലാക്കൂ ഇത്തരം അലമുറകൾ. ഒരു പക്ഷേ അതിൻ്റെ ബാക്കി പത്രങ്ങളായിരിക്കാം നാം ഇപ്പോൾ അനുഭവിക്കുന്നതെല്ലാം. സ്ത്രീ സുരക്ഷ അനിവാര്യമാണ്. കാരണം ഓരോ നിമിഷവും നല്ലവരായിട്ടുള്ള സ്ത്രീകൾ ദുരനുഭവങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കായി സ്ത്രീ സുരക്ഷ അനിവാര്യമാണ്. അതുപോലെ തന്നെ പുരുഷ സുരക്ഷയും അനിവാര്യമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പരമാർത്ഥമായ സത്യം. ഒടുവിലായി ഈ എളിയ ബുദ്ധിയുള്ളവളുടെ ചെറിയൊരു സംശയം നമ്മുടെ നിയമത്തിന്റെ മുന്നിലേക്കായി. തെറ്റാണെങ്കിൽ പൊറുക്കുക. ഇനി കേരളക്കരയിൽ അടുത്ത തരംഗമായി മാറാൻ പോകുന്നത് എന്തായിരിക്കും? തെളിവുകളുടെ അഭാവത്താൽ നിരപരാധിയായ അവളെ വെറുതെ വിട്ടു എന്നതായിരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചെറിയ സംശയം. പ്രിയ സഹോദര ദീപകേ, കൂപ്പുകൈകളാൽ പ്രണാമം.